ഹായ് ഫ്രണ്ട്സ്, വിദ്യാലയം 360യുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ആകാംക്ഷയോടെ LBSൻ്റെ പുതിയ അപ്ഡേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്ന് അറിയാം. സങ്കടപ്പെട്ട് വിളിച്ചവരെല്ലാം ഹാപ്പിയായിരിക്കുകയാണെന്ന് പ്രതീക്ഷിക്കുന്നു. LBSൻ്റെ പുതിയ ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇന്നാണ് വരുന്നത്. ഇന്ന് വൈകുന്നേരം 7 മണിക്കാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിലെ ലിസ്റ്റ് വരുന്നത്. ഈ അലോട്ട്മെൻറ്റിൽ പ്രതീക്ഷ വെച്ചിരിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടെന്ന് എനിക്കറിയാം. എല്ലാ കൂട്ടുകാരുടെയും പേര് നമുക്കിതിനകത്ത് ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് കുറച്ച് കൂട്ടുകാർ ഹയർ അലോട്ട്മെൻറ്റിനെ കുറിച്ചും അതിൻ്റെ രജിസ്ട്രേഷനെ കുറിച്ചും ഒക്കെ ഒരുപാട് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇത് മുഴുവനും കാണുക, ക്ലിയർ ചെയ്യുക, ക്ലാരിറ്റി വരുത്തുക. അപ്പോൾ LBSൻ്റെ സൈറ്റിൽ നമുക്ക് ഏറ്റവും താഴെ ഡൗൺലോഡ്സിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ നിർദ്ദേശങ്ങൾ കാണാൻ പറ്റും. അത് ഓപ്പൺ ചെയ്യുമ്പം ഇപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇതുപോലെ, അല്ലേ? അപ്പം ഞാനിതൊന്ന് ചുരുക്കി നിങ്ങൾക്ക് മനസ്സിലാകുന്ന പോലെ പറഞ്ഞു തരാം. നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യുന്നത് 3 അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ് വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യം കൊടുക്കുന്ന കോളേജ് അല്ലെങ്കിൽ കോഴ്സ്, ഇപ്പം നിങ്ങൾ BSc നേഴ്സിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് കോളേജ് കൊടുക്കുന്നു. ആ കോളേജുകൾ നിങ്ങളുടെ തേർഡ് അലോട്ട്മെൻറ്റ് വരെ പരിഗണിക്കുന്നതാണ്. നിങ്ങളുടെ ആ റെഗുലർ അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സ്പോട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻ്റ് ആണ്. അങ്ങനെ നമ്മൾ അലോട്ട്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സ്പോട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എടുക്കുന്നത്, അപ്പോൾ ഓരോ തവണയും നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ഒരു തവണ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ആ അലോട്ട്മെൻറ്റിൽ മാത്രമേ പരിഗണിക്കത്തുള്ളൂ. നെക്സ്റ്റ് വീണ്ടും അലോട്ട്മെൻറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഓപ്ഷൻസ് കൊടുക്കണം. ഇത് ഫസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും കോളേജ് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ, സെക്കൻഡിലോ തേർഡിലോ ഓപ്ഷനിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ ഓപ്ഷൻസ് ഉൾപ്പെടുത്തുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ടെല്ലാം ഉൾപ്പെടുത്തണം. അപ്പം സെക്കൻഡിലോ തേർഡിലോ പിന്നെ നമുക്ക് ഓപ്ഷൻസിൽ അഡീഷണലായിട്ട് കോളേജ് ഉൾപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ഓർഡർ മാറ്റാൻ പറ്റും. നിങ്ങൾ 1, 2, 3, 4 എന്നുള്ള രീതിയിലാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, കോളേജുകൾ ഒരു ഓർഡറിലാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഓർഡർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതാണ് ആദ്യം വേണ്ടത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മാറ്റാം. അല്ലെങ്കിൽ കോളേജിൻ്റെ ഓപ്ഷനിൽ കൊടുത്തത് നിങ്ങൾക്ക് വേണ്ട, ഏതെങ്കിലും കോളേജ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വേണ്ടാന്ന് വെക്കാനും പറ്റും. ആ ഓപ്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ആക്കി കളയാം. ആ കോളേജ് നിങ്ങൾക്ക് വേണ്ട എന്നുള്ള രീതിയിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഒരുപാട് പുതിയതായിട്ട് LBS അംഗീകാരമുള്ള പുതിയ ഒരുപാട് കോളേജുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ഉൾപ്പെടുത്താം. ആ കോളേജിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ സ്വീകരിക്കണം. നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും അപ്പോൾ കിട്ടത്തില്ല. നിങ്ങൾക്ക് പുതിയ കോളേജുകൾ നിങ്ങൾ ആഡ് ചെയ്തെടുക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ആ കോളേജിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി, അങ്ങനെയാണെങ്കിൽ അത് തന്നെ നിങ്ങൾ സ്വീകരിക്കണം. അതുപോലെ തന്നെ ഈ ടോക്കൺ ഫീസിൻ്റെ കാര്യം ചിലരെന്നോട് ചോദിച്ചു. ടോക്കൺ ഫീസ് ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുമ്പം അത് അടയ്ക്കണോ, സെക്കൻഡ് അലോട്ട്മെൻറ്റ് തേർഡ് അലോട്ട്മെൻറ്റും വെയിറ്റ് ചെയ്തിട്ട് പോരെ? അപ്പോൾ അതങ്ങനെ പറ്റത്തില്ല. ടോക്കൺ ഫീസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കോളേജിൽ കിട്ടിക്കഴിഞ്ഞാൽ അടയ്ക്കണം. ഫീസ് അടച്ചില്ലെങ്കിൽ 2, 3 നമുക്ക് അലോട്ട്മെൻറ്റ് വരുമ്പം ആ അലോട്ട്മെൻറ്റിലേക്ക് അവരെന്ത് ചെയ്യത്തില്ല, പരിഗണിക്കത്തില്ല. അങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ പിന്നെ സ്പോട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഒരു ഓപ്ഷൻ തൃപ്തിയാണ്, നിങ്ങൾ ഓക്കെയാണ്, ഇനി നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്കി ഓപ്ഷനുകളെല്ലാം നീക്കം ചെയ്യാം. ഞാനൊരു ഫ്രീസിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനി വേണ്ട, ഹയറായിട്ട് നിങ്ങൾ നോക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രീസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിന് കിട്ടുന്ന കോളേജിൽ എന്ത് ചെയ്യേണ്ടി വരും, അഡ്മിഷൻ എടുക്കേണ്ടി വരും. ആദ്യ അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിലേക്ക് പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, അഡ്മിഷൻ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ LBS സെൻറ്ററിൽ നിങ്ങൾ തുക അടച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി തുക നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോളേജിൽ അടയ്ക്കാം. അതുപോലെ തന്നെ മൂന്നാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷവും നിങ്ങൾ കോളേജിൽ ചേർന്നില്ല എങ്കിൽ പിന്നെ നിങ്ങൾക്ക് പറ്റുന്നത് സ്പോട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലാണ് പങ്കെടുക്കാൻ പറ്റുന്നത്. അതിലും നിങ്ങൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റും പങ്കെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതുപോലെ ജനറലായിട്ടുള്ള കാര്യങ്ങൾ, LBSൻ്റെ ഈ ഓപ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതൊന്നും കാര്യങ്ങൾ പലർക്കും അറിയില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു നോളജ് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇതനുസരിച്ച് മാത്രമേ നിങ്ങൾ ശ്രദ്ധയോടെ വേണം ഓപ്ഷൻസ് ആയാലും എല്ലാം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും കോളേജ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ അഡ്മിഷൻ്റെ ടോക്കൺ ഫീ കൊടുത്ത് അത് സീറ്റ് ഉറപ്പിച്ച് വെക്കുക. അപ്പോൾ വിഷമിച്ചിരിക്കുന്ന കൂട്ടുകാരെല്ലാം ഹാപ്പി ആവുക. ഇന്നത്തെ വൈകുന്നേരം വരുന്ന നമ്മളുടെ പുതിയ ലിസ്റ്റിൽ നിങ്ങളുടെ എല്ലാം പേരുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ടാറ്റാ.